എല്ലാവർക്കും നമസ്കാരം. ഹൃദയ മലയാളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മള് പരീക്ഷകൾക്ക് വേണ്ടിയുള്ള PYQ ഡിസ്കഷനിലാണ് ഇപ്പോൾ. പഴയകാല ചോദ്യപേപ്പറുകൾ നെറ്റിന്റെയും സെറ്റിന്റെയും ചർച്ച ചെയ്യുകയാണ്. അതുകൂടാതെ അതിന്റെ ഓപ്ഷനായി വന്നിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. എല്ലാ മൊഡ്യൂളുകളിലെ ചോദ്യങ്ങൾ എല്ലാ മൊഡ്യൂളുകളിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ PYQ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് പഠിച്ച് തീർക്കേണ്ടതുണ്ട്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കോമപ്പൻ എന്ന പച്ച മലയാള കാവ്യത്തിന്റെ കർത്താവാര്? A. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, B. കുണ്ടൂർ നാരായണ മേനോൻ, C. ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ and D. പന്തളം കേരളവർമ്മ. കോമപ്പൻ എന്ന പച്ച മലയാള കാവ്യത്തിന്റെ കർത്താവ് വളരെ പ്രധാനപ്പെട്ടതാണ്. പല പരീക്ഷകൾക്കും ആവർത്തിച്ചതാണ്. ഒരുപാട് തവണ നമ്മൾ കേട്ടതും പഠിച്ചതുമാണ്. കോമപ്പൻ എന്ന പച്ച മലയാള കാവ്യത്തിന്റെ കർത്താവ് ഓപ്ഷൻ 2 കുണ്ടൂർ നാരായണ മേനോനാണ്. മറ്റൊരു രീതിയിലും ഈ ചോദ്യം വരാറുണ്ട്. കുണ്ടൂരിന്റെ ഭാഷാ കാവ്യങ്ങൾ ഏത് എന്നും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുണ്ടൂരിന്റെ ഭാഷാ കാവ്യത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന തരത്തിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ മുൻപേ അത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ കോമപ്പൻ എന്ന പച്ച മലയാള കാവ്യത്തിന്റെ കർത്താവ് കുണ്ടൂർ നാരായണ മേനോനാണ്. അദ്ദേഹത്തിന്റെ 4 ഭാഷാ കാവ്യങ്ങൾ ഏത് എന്ന് നോക്കാം. കോമപ്പൻ, കൊച്ചി ചെറിയ ശക്തൻ തമ്പുരാൻ, പാക്കനാർ, കണ്ണൻ. കോമപ്പൻ, കൊച്ചി ചെറിയ ശക്തൻ തമ്പുരാൻ, പാക്കനാർ, കണ്ണൻ. ശ്രദ്ധിക്കുക, കോമപ്പൻ, കൊച്ചി ചെറിയ ശക്തൻ തമ്പുരാൻ, പാക്കനാർ, കണ്ണൻ. കോമപ്പൻ ആണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ കുണ്ടൂരിന്റെ മറ്റ് കൃതികൾ ഏതൊക്കെ എന്നും ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഒരു രാത്രി, നാറാണത്ത് ഭ്രാന്തൻ, അജാമിള മോക്ഷം, കിരാതം 14 വൃത്തം, കൈകൊട്ടിക്കളിപ്പാട്ട് ഇവയും നമ്മുടെ കുണ്ടൂരിന്റെ കൃതികളാണ്. കൂടാതെ ഈ 4 ഭാഷാ കാവ്യങ്ങൾക്കും ആധാരം ഐതിഹ്യങ്ങളും വടക്കൻ പാട്ടുകളും ഒക്കെയാണ്. ഇനി അടുത്ത ചോദ്യം, പട്ടിക 1 കാഥികന്റെ പണിപ്പുര കഥാത്മകം, കഥകാലം പോലെ, ചിത്രകലയും ചെറുകഥയും. പട്ടിക 2 N പ്രഭാകരൻ, TR, MT വാസുദേവൻ നായർ, N ശശിധരൻ. ആദ്യത്തേത് കാഥികന്റെ പണിപ്പുര, എല്ലാവർക്കും അറിയുന്ന ഉത്തരമായിരിക്കും. ഓപ്ഷൻ 3 MT വാസുദേവൻ നായരുടെ പുസ്തകമാണ് കാഥികന്റെ പണിപ്പുര. സർഗപ്രക്രിയയുടെ വിവിധ വശങ്ങളാണ് ഇവിടെ MT വാസുദേവൻ നായർ വിശദീകരിക്കുന്നത്. രണ്ടാമത്തേത് കഥാത്മകം. ഓപ്ഷൻ 1 N പ്രഭാകരൻ. N പ്രഭാകരൻ രചിച്ചതാണ് കഥാത്മകം. C കഥ കാലം പോലെ. ഓപ്ഷൻ 4 N ശശിധരനാണ് ഉത്തരം. N ശശിധരൻ, കഥ കാലം പോലെ. N ശശിധരൻ EP രാജഗോപാലനുമൊത്ത് രചിച്ച നാടകമാണ് കേളു, വളരെ പ്രധാനമാണ്. ഓപ്ഷൻ D ചിത്രകലയും ചെറുകഥയും. ഉത്തരം ഓപ്ഷൻ B T രാമചന്ദ്രനാണ്. ചിത്രകലയും ചെറുകഥയും. ഓപ്ഷൻ 2 T രാമചന്ദ്രൻ. അപ്പോൾ A 3, B 1, C 4 and D 2. ശരിയായ ഓപ്ഷൻ A ആണ്. അടുത്ത ചോദ്യം, ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷങ്ങൾ അനുസരിച്ച് ശരിയായി ക്രമമുള്ള ഗണം. 1 SK പൊറ്റക്കാട്, തകഴി, MT വാസുദേവൻ നായർ, ONV. 2 തകഴി, SK പൊറ്റക്കാട്, MT വാസുദേവൻ നായർ, ONV. 3 തകഴി, SK പൊറ്റക്കാട്, ONV, MT വാസുദേവൻ നായർ. 4 SK പൊറ്റക്കാട്, തകഴി, ONV, MT വാസുദേവൻ നായർ. അപ്പോ നമുക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയെന്ന് നോക്കാം. ഇത് സെറ്റ് നെറ്റ് മാത്രമല്ല, ജനറൽ PSCക്കും ഒരുപാട് തവണ ചോദിച്ചതാണ്. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളി G ശങ്കരക്കുറുപ്പാണ്. വർഷം 1965.
1965. ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ എന്ന കാവ്യസമാഹാരം. രണ്ടാമതായി എസ്.കെ. പൊറ്റക്കാടിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിന് 1980 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. മൂന്നാമതായി തകഴിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 1984 കയർ എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. നാലാമത് 1995 MT വാസുദേവൻ നായർ. അഞ്ചാമത് 2007 ONV കുറുപ്പ്. അതിനുശേഷം 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ആവർത്തിക്കാം. ആദ്യമായി ജി ശങ്കരക്കുറുപ്പ്, എസ്.കെ. പൊറ്റക്കാട്, തകഴി, MT വാസുദേവൻ നായർ, ONV, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ജി ശങ്കരക്കുറുപ്പ് ഓപ്ഷൻസിൽ ഇല്ല. അതിനുശേഷം എസ്.കെ. പൊറ്റക്കാടിനാണ് കിട്ടിയത്. അതിനുശേഷം തകഴി, MT വാസുദേവൻ നായർ, ONV. അപ്പോൾ ഓപ്ഷൻ 1 ശരിയായ ഉത്തരം. ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇത്. അടുത്ത ചോദ്യം, അനുമാന സിദ്ധാന്തം, ഭുക്തിവാദം ഇവ അവതരിപ്പിച്ചത് ആരൊക്കെ? അനുമാന സിദ്ധാന്തം, ഭുക്തിവാദം ഇവ അവതരിപ്പിച്ചത് ആരൊക്കെ? അനുമാന സിദ്ധാന്തം, ഭുക്തിവാദം ഇവ അവതരിപ്പിച്ചത് യഥാക്രമം ആരൊക്കെ? 1 മുകുളഭട്ടൻ അഭിനവഗുപ്തൻ, 2 മഹിമഭട്ടൻ മുകുളഭട്ടൻ, 3 ശങ്കുകൻ ലൊല്ലടൻ, 4 മഹിമഭട്ടൻ ഭട്ടനായകൻ. ഉത്തരം 4. അനുമാന സിദ്ധാന്തം അവതരിപ്പിച്ചത് മഹിമഭട്ടനും ഭുക്തിവാദം അവതരിപ്പിച്ചത് ഭട്ടനായകനുമാണ്. അടുത്ത ചോദ്യം, CV രാമൻ പിള്ളയുടെ പ്രഹസനങ്ങൾ ഏതൊക്കെ? A. ചന്ദ്രമുഖി വിലാസം, B. മത്തവിലാസം, C. കുറുപ്പില്ലാ കളരി, D. പ്രണയ കമ്മീഷൻ ആൻഡ് E. BA മായാവി. A. ചന്ദ്രമുഖി വിലാസം, B. മത്തവിലാസം, C. കുറുപ്പില്ലാ കളരി, D. പ്രണയ കമ്മീഷൻ, E. BA മായാവി. CV രാമൻ പിള്ളയുടെ പ്രഹസനങ്ങൾ ചന്ദ്രമുഖി വിലാസം, മത്തവിലാസം, കുറുപ്പില്ലാ കളരി എന്നിവയാണ്. A, B, C. അപ്പോൾ ഓപ്ഷൻ 1 A, B, C മാത്രമാണ് ശരിയുത്തരം. പിന്നെ പ്രണയ കമ്മീഷനും BA മായാവിയും EV കൃഷ്ണപിള്ളയുടെ പ്രഹസനങ്ങളാണ്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ഒരു ഭാഗത്ത് ജീവിതത്തിന്റെ പുസ്തകം, B. ആയുസിന്റെ പുസ്തകം, പുറപ്പാടിന്റെ പുസ്തകം, പ്രവാചകന്മാരുടെ 2ാം പുസ്തകം. മറുഭാഗത്ത് VJ ജെയിംസ്, സുഭാഷ് ചന്ദ്രൻ, ബെന്യാമിൻ, KP രാമനുണ്ണി, CV ബാലകൃഷ്ണൻ. അപ്പോൾ ഓപ്ഷൻ A ജീവിതത്തിന്റെ പുസ്തകം എഴുതിയത് ഓപ്ഷൻ 4 KP രാമനുണ്ണിയാണ്. A 4 ആണ്. B ആയുസിന്റെ പുസ്തകം 5ാമത്തെ CV ബാലകൃഷ്ണനാണ്. B 5. പുറപ്പാടിന്റെ പുസ്തകം VJ ജെയിംസ് ആണ്. പ്രവാചകന്മാരുടെ 2ാം പുസ്തകം ബെന്യാമിനാണ്. A4, B5, C1 ആൻഡ് D3. ജീവിതത്തിന്റെ പുസ്തകം KP രാമനുണ്ണി, ആയുസിന്റെ പുസ്തകം CV ബാലകൃഷ്ണൻ, പുറപ്പാടിന്റെ പുസ്തകം VJ ജെയിംസ്, പ്രവാചകന്മാരുടെ 2ാം പുസ്തകം ബെന്യാമിൻ. അടുത്ത ചോദ്യം, പാട്ടുപ്രസ്ഥാനവും പ്രതിരോധവും സമന്വയവും എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഓപ്ഷൻ A ഡോക്ടർ S രാജശേഖരൻ, B PK രാജശേഖരൻ, C VC ശ്രീജൻ, D MP സുകുമാരൻ. ഉത്തരം ഓപ്ഷൻ A ഡോക്ടർ S രാജശേഖരൻ. പാട്ടുപ്രസ്ഥാനം, പ്രതിരോധവും സമന്വയവും. അടുത്ത ചോദ്യം, പോക്കുവെയിൽ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചതാര്? A മുരളി, B രാജൻ കാക്കനാടൻ, C പ്രേംജി, D ബാലചന്ദ്രൻ ചുള്ളിക്കാട്. പോക്കുവെയിൽ എന്ന സിനിമയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിരുന്നു, PYQ ആയിട്ട് തന്നെ. അതിന്റെ സംവിധായകൻ ആരായിരുന്നു എന്നതായിരുന്നു ചോദ്യം. G അരവിന്ദനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്.
അന്ന് നമ്മൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അതിലെ പ്രധാന കഥാപാത്രമായി വേഷമിട്ടത് ബാലചന്ദ്രൻ ചുള്ളിക്കാടായിരുന്നു. അപ്പോൾ പോക്കുവെയിൽ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചത് ഓപ്ഷൻ ബി ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് ശരിയായ ഉത്തരം. ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് റിപ്പീറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് എത്രത്തോളം പരീക്ഷകൾക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. പോക്കുവെയിലിന്റെ സംവിധായകനായിരുന്നു ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതെങ്കിൽ മറ്റൊരു പരീക്ഷയ്ക്ക് അതിൽ നായകനായി അഭിനയിച്ചത് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചോദ്യം ഉത്തരം എന്ന തരത്തിൽ പഠിക്കുന്നതിന് പകരം ചോദ്യം എടുക്കുക, ഉത്തരം പഠിക്കുക, ശേഷം ആ ചോദ്യത്തെ പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ പഠിക്കുക, ശേഷം ഓപ്ഷനിലേക്ക് പോവുക, ഓപ്ഷൻ വിശദമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ പഠിച്ചാൽ തന്നെ എല്ലാ പരീക്ഷകൾക്കും വളരെ മികച്ച ഒരു സ്കോർ നേടാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കും. മാത്രമല്ല വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ പരീക്ഷകളെ നേരിടാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ആ ചോദ്യങ്ങൾ എഴുതിയെടുക്കുക, പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പ്രയത്നിക്കുക. കൂടാതെ നമ്മുടെ ചാനലിന് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. നമ്മൾ അത് പരിഗണിക്കുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും എല്ലാവിധ ആശംസകളും. നന്നായി പഠിക്കുക, പഠിച്ച് മികച്ച വിജയം നേടുക. നന്ദി, നമസ്കാരം.